രണ്ടറ്റം ഒന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പെടുന്ന പെടാപ്പാട് നിങ്ങൾ കണ്ടില്ലേ? സ്ട്രിപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നുകൊണ്ട് വിളിച്ചതാണ് കേട്ടോ. ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് സ്ട്രിപ്പിൻ്റെ കണക്ഷൻ കൊടുത്തിരുന്ന വയറുകളെല്ലാം ഇളകിപ്പോയി. അത് കാലപ്പഴക്കം കൊണ്ടൊക്കെ ഇളകിപ്പോയതാണ്. കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ ഒരുപാട് കാലപ്പഴക്കമൊന്നും ആയില്ല, 1-2 വർഷമൊക്കെ ആയിട്ടുണ്ടാവുമായിരിക്കാം, കൃത്യമായിട്ടൊന്നും അറിയില്ല, നമ്മളൊന്നും അല്ല ചെയ്തത്. അപ്പം കുറച്ച് പഴക്കം, അധികം വലിയ പഴക്കവും തോന്നുന്നില്ല. പക്ഷേ ഈ സംഭവത്തിന് എന്തോ സംഭവിച്ചു പോയി, എല്ലാം ഇളകി പറഞ്ഞു പോയി. ഒരു ഗാർഡനിൽ ഇപ്പോൾ വെള്ളമൊക്കെ വരുന്ന ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. പക്ഷേ ഇവിടുത്തെ സൗദിയിലെ വെള്ളത്തിന് ഉപ്പ് രസം ഉള്ളത് കൊണ്ടും ആ ഉപ്പ് ഈ സോൾഡർ ചെയ്തതിലോട്ട് കയറി പിടിച്ചിട്ടത് അതിൻ്റെ ഫുള്ള് കയറി നശിച്ചില്ലാതായിപ്പോയി. ആ വയറൊക്കെ പൊട്ടി മാറിപ്പോയതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇങ്ങനെയാണ് കണ്ടത്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരുന്നു ഇത്. ഇതിൻ്റെ റിപ്പയറിംഗ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇവർ ചെയ്തതെന്ന് വെച്ചാൽ വയറൊക്കെ അതിനകത്താക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ടൈലൊക്കെ എടുത്ത് വെച്ച് ഒട്ടിച്ച് ഒക്കെയാണ് വെച്ചിരുന്നത്. അതായത് മെയിൻ്റനൻസ് പോയി ചെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലൊക്കെയാണ് ചെയ്തു വെച്ചിരുന്നത്. അപ്പോൾ നമ്മളൊരു ജോലിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു മെയിൻ്റനൻസ് കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്ത് ജോലി ചെയ്യുന്ന സമയത്തും ഇനി വരുന്ന ഒരാളിന്, കാരണം ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് അധികം ലൈഫൊന്നും ഉള്ളതല്ല. ഇനി എത്ര കൂടിയ സാധനം മേടിച്ച് വെച്ചാലും LED ഒക്കെ ഇത് പ്രൊഫൈലിൻ്റെതായിരുന്നു. എത്ര ഇനി കൂടിയത് വാങ്ങിച്ച് വെച്ചാലും എളുപ്പം കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ജോലി ചെയ്യുമ്പോഴത്തേക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ശരിയാക്കാനുള്ളൊരു വഴി കൂടി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ജോലിയും എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളൊന്ന് പരിഗണിക്കുക ചെയ്യുന്നവർ.